എൻ്റെ പേര് ബാഹുലേനാണ്. ധനുവച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഞാനിപ്പോൾ ധനുവച്ചുരത്ത് നിന്ന് തമ്പാനൂരിലേക്ക് ട്രെയിൻ കയറും. അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തുന്നു. കിഴക്കേക്കോട്ടയിലെ അതിൻ്റെ അടുത്തൊരു കട, തമിഴൻ്റെ കടയുണ്ട്. ഇഡ്ഡലി, ദോശ, സാമ്പാറുള്ള. അപ്പോഴതിൻ്റെ അടുത്ത് എത്തും. അവിടെ ഭയങ്കര ഒരു അടി നടക്കും. ഞാൻ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഗുണ്ടകൾ, 18 വയസ്സിന് താഴെയുള്ള ഗുണ്ടകൾ റോട്ടിൽ പൈസ കൈനീട്ടി വാങ്ങിച്ച് 2 കൊച്ചു പിള്ളേരും തന്തിയാനും അവിടെ നിന്നപ്പോൾ മണ്ട അടിച്ച് പൊട്ടിക്കുന്നു ബിയർ കുപ്പിയിട്ട്. എന്നിട്ട് പൈസ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് 3 പേര് ഓടുന്നു. ഒരുത്തന്നെ നാട്ടുകാരെല്ലാം കൂടി പിടിച്ചു. ഭയങ്കര സംഭവമാണ്. രാവിലെ 10:30 നടന്ന സംഭവമാണ്. എന്നിട്ട് പോലീസ് 2 എണ്ണം വരുന്നു. അതിനുശേഷം മറ്റേ 112 വണ്ടിയിൽ 2 പേര് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ബ്ലഡ് കൊണ്ട് ഒഴുകുന്നു. ആ ചായക്കട മൊത്തം, തമിഴൻ്റെ ഹോട്ടൽ മുഴുവനും ബ്ലഡ് കൊണ്ട് ഒഴുകുന്നു. അവിടെ ക്യാമറയുണ്ട്. തലസ്ഥാന നഗരി നടക്കുന്ന സംഭവമാണ്. 10:30 രാവിലെ ഗുണ്ടകളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത്രയും മോശമായ തമ്പാനൂര് കിഴക്കേക്കോട്ടയിൽ മെനിഞ്ഞാന്നും അടി നടന്നു. ഇന്നലെ അവിടെ അടി നടന്നു. ഈ പ്രതികളെ പോലീസ് പിടിക്കുന്നത്. ഞങ്ങൾ പോലീസിനോട് ചോദിച്ചാൽ 18 വയസ്സായിട്ടില്ല. ഇതാണ് ഗുണ്ടകളുടെ ഒരു കൂമ്പാരമാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ അവിടെ പിടിച്ചു പറിയുടെ ഓണം എത്തിയതോടെ വൻതോതിൽ സംഘമുണ്ട്. പോലീസുകാർക്കും കൂട്ടുണ്ട് ഇതിൽ. ഈ ഗുണ്ടകളെ പിടിച്ച 2 ദിവസം കഴിയുമ്പോൾ വിടുന്നു. വീണ്ടും ദിവസവും അടി കാണുന്ന നാട്ടുകാർ പറഞ്ഞു. നമ്മളെല്ലാം കേട്ടുകൊണ്ട് നിന്നു. എന്തെന്ന് അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തെന്ന് അത്ര ആളാണ്. ഹോട്ടൽ അടച്ചു. നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. തമിഴ്നാട്ടിന് വന്ന് ഇവിടെ ഹോട്ടൽ നടത്തുന്നതാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ സംഭവം നടക്കുന്നത്. റെയിൽവേയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് വരുന്നു. കാപ്പി കുടിക്കാൻ വേണ്ടി കയറാൻ പോയപ്പോൾ ഇതാ അടി. 2 കൊച്ചു പിള്ളേരും ഭാര്യയും കിടന്ന് വിളിക്കുന്ന കണ്ടാൽ ആരും കരഞ്ഞു പോകും. അവരെയും കയറ്റി, യവനെയും ഈ മുറിവുള്ളവനെയും കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് 112ലേക്ക് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകുന്നു. ആംബുലൻസും വന്നില്ല, ഒന്നും വന്നില്ല. നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവന്റെ വില. ഇത്രയും സമയം ബ്ലഡ് അവിടെ മുഖം അത്രയും ബ്ലഡിന്റെ ഒരു ഇതാണ്. ജീവിക്കുമോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂട. അത്ര ബ്ലഡാണ്. ആ കൊച്ചു പിള്ളേരിന് ഒന്നിന് 3 വയസ്സിന്, ഒന്നിന് 4 വയസ്സ്, 5 വയസ്സ്. ആ പിള്ളേരെ വിളി കേൾക്കാൻ വയ്യ. അതുപോലെ തള്ളേരെ വിളി. പിച്ചെടുത്ത് കഴിയുന്നവരെ പിടിച്ച് പറിക്കാറ് എന്ന് പറഞ്ഞാൽ അവരേനും പിടിച്ച് പറിക്കുന്നെന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ തലസ്ഥാന നഗരി നടക്കുന്ന സംഭവം. മുഖ്യമന്ത്രി കാണുന്നില്ല ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഈ പോലീസും ഈ സംഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ദിവസവും സംസ്ഥാനത്ത് പിടിച്ചു പറി കൂടുന്നുണ്ട്. പോലീസിനോട് കേൾക്കുമ്പോൾ ഇവർക്ക് 18 വയസ്സായി. ഇവന്മാർ ഗുണ്ടകളെന്നാണ് പറഞ്ഞത്. ഈ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ നമ്മളെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലേ? ആൾക്കാർക്ക് ഇത് പലരും പറയുന്നുണ്ട്. എല്ലാവർക്കും ഇവർക്ക് പേടിയാണെന്ന്. മെനിഞ്ഞാന്നും ഇന്നലെ അവിടെ അടി നടന്നു. അപ്പം നമ്മൾ കോവിൽ പെയ്യുകൊണ്ടാണ് നമ്മളിത് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ വീഡിയോക്കാർ ആരെയും കണ്ടില്ല. വന്നെന്ന് തോന്നണം. ബ്ലഡ് ഇപ്പോഴും ആ കടയുടെ അകത്ത് നുറഞ്ഞു കിടക്കുന്നു. അവിടെ CC ക്യാമറയുണ്ട് ആ ചായക്കടയിൽ. അടിയില അതെല്ലാം ബിയർ കുപ്പിയിട്ട് ഇടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് പോലും വിടാതെ അത്ര പൈസ മോട്ടിച്ച് 3 പേര് കിടന്നുപോയി. ഒരുത്തനെ പിടിച്ച് അവനെ പോലീസ് 2ാമത് കുറെ കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി. അവനും കയ്യെന്തരെ മുറിച്ച് വെച്ചിരിക്കണമെന്ന് തന്നെ നമുക്ക് പറയുന്നത്. എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി 3 പോലീസായിട്ട് വന്ന, അല്ലാതെ പ്രതികളെയും പിടിക്കാനില്ല, ഒന്നുമില്ല. ഇത് വേണം നമ്മളെ തലസ്ഥാനത്ത് ഇറന്ന ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ കണ്ട് ഈ ജനങ്ങൾ എല്ലാം ഭയത്തിലാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ കണ്ട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഈ ഗുണ്ടകൾ അവിടെ ഒതുക്കണം. ഗുണ്ടകൾ 15 മൊബൈലാണ് തമ്പാനൂർ ഒരു ദിവസം പോകുന്നത്. ഗുണ്ടകളുടെ കേന്ദ്രം 9 മണി തൊട്ട് വെളുപ്പാങ്കല 5 മണി വരെയാണ് ബസ് സ്റ്റാൻഡിൽ. ഓണം എത്തിയതോടെ തന്നെ ഗുണ്ടകൾ കൂടുന്നു. ചില പോലീസുകാർ ഇവർക്ക് സപ്പോർട്ടാണ്. അവർക്കും കൈക്കൂലി കിട്ടണമെന്നാണ് പറയുന്നത്. വക്കീൽ ഇറക്കാൻ ഉടനെ എത്തും. എൻ്റെ മൊബൈൽ കളഞ്ഞിട്ട് പോലും ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ട് പ്രതിയെ കാണിച്ചു കൊടുത്തിട്ട് പോലും തമ്പാനൂർ പോലീസ് ഇപ്പോഴും ഇരുട്ട് തപ്പുന്നു. പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല. മുന്നേ എന്ന് പറയണ എന്നാണ് പ്രതി. ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മളെ കേരള പോലീസ്. അതും തമ്പാനൂര് തലസ്ഥാന നഗരിയിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. എന്നിട്ട് പോലും പിടിക്കാൻ കഴിയുന്നില്ല. ഓണം എത്തിയതോടെ തന്നെ വൻതോതിലെ മോഷണം. തമ്പാനൂരും കിഴക്കേക്കോട്ടയിലും വൻതോതിൽ മോഷണം പോകുന്നുണ്ട്. ആരുടെ പറയാനാ? ബാഗുകള്, അതുപോലെ പൈസകള്, അതുപോലെ പിടിച്ചുപറിക്കാർ കൂമ്പാരം മറ്റ് നുറഞ്ഞു കഴിഞ്ഞിരിക്കണമെന്ന് തന്നെ നമുക്ക്. അതും പകൽ പിടിച്ചു പറി. ഈ പാവപ്പെട്ടവരേനൊക്കെ പിടിച്ചു പറിക്കുന്ന ദോഷമില്ല.
ഓരോരുത്തർ കൈ നീട്ടി വാങ്ങിച്ചാണ് ജീവിക്കുന്നത്. 2 കൊച്ചു പിള്ളേർ അവരേനൊക്കെ പിടിച്ചു പറിക്കുന്നവർക്ക് ഇനി ഈ ശാപം എവിടെ കൊണ്ട് വയ്ക്കുമെന്നാണ് ഞാൻ നേരിക്കുന്നത്. 18 വയസ്സായില്ലെന്ന് ഞാൻ പോലീസുകാരോട് ചോദിച്ചത്. ഇവന്മാർ ഒരു സംഘമാണ് മോഷണം. കിഴക്കേക്കോട്ടയിൽ ഗാന്ധി പാർക്കിലും തമ്പാനൂരും അതുപോലെ തന്നെ കിഴക്കേക്കോട്ട ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെയാണ് ഇവരെ താവളമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഗാന്ധി പാർക്കിലാണ് താവളം എന്ന് പറഞ്ഞാൽ. ഇവർ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആൾക്കാരെ പൈസ മോട്ടിപ്പ്, ബാഗ് മോട്ടിപ്പ്, മൊബൈൽ മോട്ടിപ്പ്, ഇതുപോലെ ബസ്സിന് വന്നിരിക്കുന്നവരെ പൈസ മോട്ടിപ്പ്, ഇങ്ങനെ പകൽ സമയത്ത് പോലും മോഷണം പെരുകുന്നു തമ്പാനൂരും കിഴക്കേക്കോട്ടൽ. നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ കിട്ടത്തില്ല. 15ഓളം മൊബൈലാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് ഓരോ ദിവസം പോകുന്നത്. തമ്പാനൂർ പോലീസ് അവിടെ എന്തിനാണ് ഇട്ടിക്കുന്നത്? ഒരു കാര്യവും ഇല്ല. സെക്യൂരിറ്റി ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല. മോഷണം തകർത്ത് പോകുന്നുണ്ട്. ആരോടി പറയാനാണ്? ഓരോരുത്തർ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ മൊബൈൽ പോയിട്ട് 1 മാസമായി. പ്രതിയെ പറഞ്ഞു കൊടുത്തിട്ട് പോലും തമ്പാനൂർ പോലീസ് ഇരുട്ടു തപ്പുന്നു. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഭരണം നല്ലതാപ്പേക്ക് ഈ പ്രതികളൊക്കെ പിടിക്കത്തില്ലേ? ഇത് പിടിക്കുന്നില്ല. ഗുണ്ടകളുടെ തലസ്ഥാനത്ത് ഗുണ്ടകളുടെ ബഹളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ പേര് ഇന്ന് അവിടെ വിളിക്കുന്ന വിളി കേട്ട് യൗവന്മാരെ അറസ്റ്റ് ചെയ്യാൻ ആരും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. 2-ാം 3-ാം പോലീസ്, അതും അരമണിക്കൂർ വരെ അയാളെ ബോഡി അവിടെ ഇട്ടുന്നു. അതിനുശേഷമാണ് 112 വണ്ടി വന്നു അതിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ആ വീട്ടുകാരും ഭാര്യയും 2 മക്കളും ആ വണ്ടി കയറി വിളിയോട് വിളിയാണ്. ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് ബ്ലഡാണ് ആ കട. ഹോട്ടലിൻ്റെ മുഴുവനും ബ്ലഡാണ്. തമിഴൻ്റെ കടയാണ്. അവിടെ ഇഡ്ഡലി കഴിക്കാനും ദോശ കഴിക്കാനുമാണ് ആൾക്കാർ വരുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട് ആ കട. നല്ല പ്രസിദ്ധമായ ഒരു കടയാണ്. നല്ല ആഹാരമാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കൂടുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവിടെയാണ് ചിലപ്പോൾ ആഹാരം അങ്ങനെ പയ്യപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഒരു TV-ക്കാർ പോലും ഞാൻ കണ്ടില്ല. എല്ലാവരും മൊബൈലിലെടുത്തു. ഈ സംഭവം ഞാൻ എടുത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റൂല, അത്രയ്ക്ക് വയ്യ. CCTV ക്യാമറ ഹോട്ടലിലുള്ള പരിശോധിച്ചാൽ ഈ അടി നടക്കുന്നതും ബിയർ കുപ്പി പൊട്ടിക്കുന്നതും അതിൻ്റെ കുപ്പിയിൽ കുടിക്കുന്ന ഭാഗത്തിൻ്റെ പാതി ഞാൻ കണ്ടു. അവൻ്റെ കയ്യിലിരിക്കുന്നു. അവൻ 5-6 പേരായിട്ട് പിടിക്കുന്നു. ആ കടയിൽ അവിടെ കൊണ്ട് ഇടുന്നു. അവൻ ഉടനെ 2-3 അരക ഇടികൾ കൊടുത്തു. അതിനുശേഷം അവൻ അവിടെ ബോധം കെട്ട് വീഴും പോലെ ആശം കാണിക്കുന്നു, കയ്യെ മുറിക്കുന്നു. ഇതാണ് അഭിനയം കാണിക്കുന്നത്. ഞാൻ കേട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞ 18 വയസ്സായിരുന്നു. ഇങ്ങനെയാണ് നമ്മളെ തലസ്ഥാന നഗരിൽ. ഇത് കണ്ടയ്ക്കും ജനങ്ങൾ പോത്തിയത് മൊബൈലും പൈസയൊക്കെ കയ്യിൽ നോക്കി വയ്ക്കുക. കിട്ടൂല. പകൽ പോലും മോഷണം പെരുകിക്കൊണ്ടുവരുന്നു കിഴക്കേക്കോട്ടയിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡുകളിലും. എത്രയും പെട്ടെന്ന് നമ്മളെ സാധനങ്ങൾ നമ്മളെ കയ്യിൽ നോക്കി വെക്കുക, അല്ലെങ്കിൽ കിട്ടത്തില്ല. പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓണം ഇനി 10-15 ദിവസമുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ മോഷണം പെരുകിക്കൊണ്ടിരിക്കണമെന്ന് തന്നെ പറയാം. തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണിക്കുന്നു. പോലീസിന് ഒരു ഇതും ഇല്ലാതെ വളരെ പോലീസും കുറവാണെന്നാണ് നമുക്ക് പറയുള്ളത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുരയൻ.